ആശാരിക്കണ്ടിയിൽ മരം വീണ ഒരു വീട് തകർന്നു. വീടിന്റെ മേൽക്കൂരയും തകർന്നുപോയി. സമീർ സി മുഹമ്മദ് ആശാരിക്കണ്ടിയിൽ നിന്ന് ചേരുന്നു. സമീർ, വിവരങ്ങൾ. SKN കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയുണ്ട്, ഒപ്പം തന്നെ കാറ്റുമുണ്ട്. അതിന്റെ ഭാഗമായാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആശാരിക്കണ്ടിയിൽ ഒരു വീടിന് മുകളിലേക്കാണ് വലിയ ഒരു പന വീണിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ വെള്ള ടാങ്ക് തകർന്നിരിക്കുന്നു, അതുപോലെ തന്നെ സോളാർ ഹീറ്റർ തകർന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള മേൽക്കൂര പൂർണ്ണമായും അവിടെ പൊളിഞ്ഞു വീഴാറായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആ വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അതിനോട് ചേർന്ന് മറ്റൊരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിൻ്റെ ഭാഗത്തേക്കും അതിൻ്റെ പനയുടെ ഭാഗം വന്ന് ഇടിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആശാരിക്കണ്ടി സ്വദേശിയുള്ള ഗണേശിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഗണേശിൻ്റെ മകൻ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ നാശനഷ്ടമാണ് ഉണ്ടായത്. ഞങ്ങൾ വീടിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് പോയിട്ടുണ്ട്, സോളാർ ഹീറ്ററിൻ്റെ പോയിട്ടുണ്ട്, പിന്നെ മേൽക്കൂര പോയിട്ടുണ്ട്. പിന്നെ ഇനി ആ മരം മാറ്റിയാലേ ഉള്ളൂ ബാക്കി എന്താ പറയുക കോൺക്രീറ്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയുള്ളൂ. സൈഡിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. നല്ല മഴയും ഒപ്പം തന്നെ കാറ്റും ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമണ്ണയിൽ അബ്ദുൽ ലത്തീഫ് എന്നുള്ള ഒരു വ്യക്തിയുടെ വീടാണ് തകർന്നിരിക്കുന്നത്. അവിടെ ഓടിട്ട വീടാണ്. ആ വീട്ടിൽ നിന്ന് അതിന് ശബ്ദം കേട്ടുകൊണ്ട് ആളുകളെല്ലാം പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു.